എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ KSRTCയുടെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയെക്കുറിച്ചാണ്. അതായത് 2026 മെയ് 18 ചേർന്ന പുതിയ UDF സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക എന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു പ്രഖ്യാപനം. ഈ ഒരു പദ്ധതി എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്ന് നോക്കാം. 2026 ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. മുഖ്യമന്ത്രി VD സതീശനാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. ഇനി ഇത് ആർക്കൊക്കെ ബാധകമാണെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വരുമാന പരിധിയില്ലാതെ സൗജന്യ യാത്ര ലഭിക്കും. പ്രത്യേക കാർഡോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തിരിച്ചറിയൽ കാർഡ് കാണിക്കുന്നത് പോലെ കാർഡുകൾ കാണിച്ചാൽ അതിനുശേഷം, അതായത് ഏകദേശം ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൗജന്യ യാത്ര ലഭ്യമാകും. ഇനി ഏതൊക്കെ ബസ്സുകളിലാണ് ഈ ഒരു സൗജന്യ യാത്ര നമുക്ക് അനുവദിക്കുക നോക്കാം. നിലവിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ ഒരു സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ഏകദേശം കേരളത്തിൽ 4700ഓളം KSRTC ബസ്സുകളുണ്ട്. അതിൽ ഏകദേശം 3000തോളം ഓർഡിനറി ബസ്സുകളാണ്. ഇത് സൂപ്പർ ക്ലാസ്, ഫാസ്റ്റ് പാസഞ്ചർ, സിറ്റി ഫാസ്റ്റ് പോലെയുള്ള ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കാനായിട്ട് ഏകദേശം സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷ്യവും പ്രാധാന്യവും എന്താണെന്ന് നോക്കാം. സ്ത്രീകളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക, ജോലി ഭാരം, അതുപോലെ വിദ്യാഭ്യാസം, മറ്റ് ആവശ്യങ്ങൾക്കുള്ള യാത്ര എളുപ്പമാക്കുക, സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നിവയാണ്. ഏകദേശം 5645 ദിവസം, ഏകദേശം 12 ലക്ഷം സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കുന്നു എന്നാണ് കണക്ക്. ഇനി ഇതിൻ്റെ സാമ്പത്തിക വശം നോക്കുകയാണെങ്കിൽ ഈ പദ്ധതിക്ക് പ്രതിമാസം ഏകദേശം 90 കോടി മുതൽ 110 കോടി വരെ അധിക ബാധ്യത വരുമെന്നാണ് പ്രാഥമിക കണക്ക്. നിലവിൽ KSRTCക്ക് ഈ ശമ്പളത്തിൽ 50 കോടിയും പെൻഷന് 80 കോടിയും സർക്കാർ നൽകുന്നുണ്ട്. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക ബാധ്യത കൃത്യമായി കണക്കാക്കാൻ ലിംഗഭേദം രേഖപ്പെടുത്തി ടിക്കറ്റ് സംവിധാനം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് മറ്റു സംസ്ഥാനങ്ങളിലെ മാതൃകയാക്കാൻ നോക്കാം. ഡൽഹി, തമിഴ്നാട്, കർണാടക, തെലുങ്കാന, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ 8 സംസ്ഥാനങ്ങളിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വവും സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിനും പൊതുഗതാഗതത്തെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ്, സുപ്രധാന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ അന്തിമ രൂപരേഖയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ഉടൻ പുറത്തിറക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ KSRTCക്ക് ഏകദേശം ഇപ്പം തന്നെ വലിയൊരു കടബാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഈ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതോടൊപ്പം അത് ഈ ഒരു അവസ്ഥയും കൂടി എങ്ങനെ മറികടക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതിനോടൊപ്പം പ്രൈവറ്റ് ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.